സംസാരിച്ച് കൺവിൻസ് ചെയ്താണ് നിങ്ങളെ ഈ കോമ്പറ്റീഷനിൽ ചേർത്തത്. താങ്ക് യു സർ. ഇറ്റ്സ് ഓക്കെ. ഇതെല്ലാം നിങ്ങളുടെ കഴിവ് കൊണ്ട് കിട്ടിയതാണ്. ഇവന്റിന് 1 മാസമേ ഉള്ളൂ. പിന്നെ നന്നായി പ്രാക്ടീസ് ചെയ്യണം. ഡാൻസേഴ്സിന്റെ ലിസ്റ്റ് എനിക്ക് അയക്കണം. Hey mate, you okay? I'm good. I'm just placing it. Okay, cool. ഹായ്, ഇന്ത്യൻ സ്പൈസസ് എവിടെയുള്ളത്? Madam, the Indian spices are on the other rack. താങ്ക്സ്. സോറി. It's okay. ഹലോ, സ്റ്റോക്കെല്ലാം ചെക്ക് ചെയ്തില്ലേ? Left. ബ്രോ, ഇതാണോ അഡ്രസ് ഒന്ന് നോക്കിട്ട് വന്നേ. ഓക്കേ. ഹലോ സാർ. എന്തിനാ എന്റെ മോളുടെ പുറകെ വരുന്നത്? സോറി. ഞാൻ വേറെ ആരോ ആണെന്ന് വിചാരിച്ച്. ഐ റിയലി അപ്പോളജൈസ്. തെറ്റിദ്ധരിക്കരുത്. സോറി. നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് മിനറൽ വാട്ടർ സപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാനാ വരാൻ പറഞ്ഞത് മോളെ. ഇവരോടിങ്ങനെ ഇതെന്റെ മോളാ മീര. ഹായ്. ഹായ്. അമ്മയില്ലാത്ത കുട്ടിയാ, കുറച്ച് സ്നേഹം കൂടുതലാ. അതുകൊണ്ടാ അവളെ ആരോ ഫോളോ ചെയ്ത് ശല്യം ചെയ്യുന്നു അറിഞ്ഞപ്പോൾ ഞാൻ ടെൻഷനായത്. ഐ എം സോറി. അപ്പോൾ അമ്മയുള്ള കുട്ടിയെ ഫോളോ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലേ? ഇത് ഞങ്ങളുടെ കുക്ക. എടുത്തോളൂ. ഓക്കെ. നന്നായിട്ട് പാചകം ചെയ്യും. ഇവിടുന്ന് പിടിച്ചതാ. ഓരോ ഐറ്റമായി പരീക്ഷിച്ച് നോക്കുക. പ്ലീസ് കുടിക്കൂ. ഐ ആം തുടക്കറി മാർത്താണ്ഡം, സൺ ഓഫ് വടക്കറി മാർത്താണ്ഡം. ഞാൻ പാചകം തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും വയൽ വെള്ളം ഊറും. എന്തിനാ തന്നെ കാർക്കിച്ച് തുപ്പാനാ? സർ, സാറിന് എത്ര ബോട്ടിലാണ് ആദ്യം വേണ്ടത്? ആദ്യം ഒരു 100 ബോട്ടിൽ സപ്ലൈ ചെയ്യൂ. അത് കഴിഞ്ഞ് ഡിമാൻഡ് അനുസരിച്ച് പിന്നീട് ഞാൻ പറയാം. ഓപ്പണിങ്ങിന് 2 ദിവസമേ ഉള്ളൂ. കഴിക്കൂ. വാട്ടറിന് ഗംഗ എന്നുള്ള പേരിടാൻ എൻ്റെ അമ്മയുടെ പേരാണ് സർ. ഓ നൈസ്. നാട്ടിൽ വെള്ളത്തിന് വേണ്ടി എല്ലാവരും തമ്മിത്തല്ല, പക്ഷെ നിങ്ങൾ ഓസ്ട്രേലിയയിൽ വെള്ളം എത്തിച്ചിരിക്കുക. ശരി സാർ, എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇരിക്കൂ. ചുമ്മാ പോയാൽ എങ്ങനെയാ? ഓ കാശോ? കാശല്ല, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറ. ഓ, ബ്ലാക്ക് കോഫി സൂപ്പറായിരുന്നു സർ. സർ, സത്യ പറഞ്ഞത് ബ്ലാക്ക് കോഫി നന്നായിരുന്നു സർ. എന്തു പറ്റി? അത് കോഫിയല്ല, രസവാ. ഇത്രയും കാലം എന്റെ സ്വപ്നത്തിൽ വന്ന് കോൾ ഷീറ്റ് തന്നതിന് വളരെ നന്ദി. എടാ, എന്തിനാടാ കീറുന്നത്? എനിക്ക് ഫിക്സ് ആയെന്നോ? ഒരു പെണ്ണ് അവളുടെ ജീവന് പോലും വില കൽപ്പിക്കാതെ എന്നെ രക്ഷിക്കാൻ പുറപ്പെട്ടാൽ അതിന്റെ പേര് പ്രേമോന്നല്ലേ? അങ്ങനെയൊന്നും എനിക്ക് അങ്ങോട്ട് തോന്നിയില്ലല്ലോ. നീനൊക്കെ എങ്ങനെ തോന്നാനാ? നീ അവളുടെ അച്ഛന്റെ കൂടെ സംസാരിക്കുമ്പോ ആ ഗ്യാപ്പിലെ ആ മൈന എന്നെ തന്നെ നോക്കി നിന്നു. ചുമ്മാ എന്നെ കൺഫ്യൂസ് ആക്കാതെ ബ്രോ. കണ്ടാൽ ഉടനെ പ്രേമിക്കുകയാണോ? അവൾ നിന്നോട് ഒന്ന് പറഞ്ഞോ പ്രേമാണെന്നുവല്ലോ? അവൾ ഉടനെ പറഞ്ഞോളും. ഐ എം വെയിറ്റിംഗ്.
ഷോ എക്സ്ക്യൂസ് മീ അങ്കിൾസ്, ഞാൻ എൻ്റെ ലൈനിനെ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ എന്തിനാ എൻ്റെ പുറകെ വരുന്നത്? എന്താ നിന്റെ ലൈനോ? ആ മീര നിന്നെ ലവ് ചെയ്യുന്നുണ്ടോ? ഈ റോസാപ്പൂ കൊടുത്തിട്ട് വേണം എനിക്ക് ഉടനെ പ്രപ്പോസ് ചെയ്യാൻ. നിങ്ങൾ ഈ പൂവൊക്കെ കൊണ്ട് എങ്ങോട്ടാ? വല്ല ശവമടക്കം ഉണ്ടോ ഇവിടെ? അതെ, ഞങ്ങൾ മീരെ പ്രപ്പോസ് ചെയ്യാൻ തന്നെ പോകും. അങ്കിൾസ്, നിങ്ങൾക്കൊന്നും മനസാക്ഷിയേ ഇല്ലേ? നിങ്ങളൊക്കെ ബസ്സിൽ കയറിയ വൃദ്ധന്മാരെന്ന് എഴുതി വെച്ചിരിക്കുന്ന സീറ്റിലിരിക്കേണ്ടവരല്ലേ? ഈ പ്രായത്തിൽ ലവോ? ഇറ്റ്സ് ടു ബാഡ്. എന്ത്? ഈ ഏരിയയിലേക്ക് ഒരു മലയാളി പെണ്ണ് വന്നില്ലല്ലോ, പ്രേമിച്ച് കല്യാണം കഴിക്കാനും പറ്റില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാ അവന്റെ ഒരു പ്രപ്പോസൽ. എടാ, പ്ലേ ഗ്രൗണ്ട് തലയാ. വർഷങ്ങളായി കാത്തിരുന്നാണോ ഈ മുടിയൊക്കെ പോയത്? ഈ പറയുന്ന നീ ഇവിടുത്തുകാരനൊന്നും അല്ലല്ലോ. ഞങ്ങളെ റിജക്ട് ചെയ്താലേ നിനക്ക് അകത്ത് പോകാൻ കഴിയൂ. ആ പോയി ലൈൻ നിൽക്കാൻ നോക്കും. ഞങ്ങളെ പോയിട്ട് പോയാൽ മതി. എന്താ ബ്രോ ഇത്? ഒരു ടഫ് സ്റ്റെപ്പ് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുമ്പോ ഇങ്ങനെ ശല്യം ചെയ്യുന്നത് ശരിയാണോ? എന്ത് സ്റ്റെപ്പാണ് ബ്രോ? ഡാൻസ് എന്നുള്ള പേരില് വീടൊക്കെ ചവിട്ടി തുറച്ച് വൃത്തിയാക്കുന്നതല്ലേ? ഇങ്ങോട്ട് നോക്കേ, ലவ்വിൽ ഞാൻ സ്റ്റെപ്പായി ഡെവലപ്പ് ചെയ്യാനുള്ള വഴി പറഞ്ഞിട്ട് പിന്നെ സ്റ്റെപ്പ് കാണിച്ചു കൊടുക്ക്. അത് പിന്നെ ബ്രോ, പെണ്ണുങ്ങളുടെ പുറകെ നമ്മൾ നടക്കാൻ പാടില്ല. പെണ്ണുങ്ങൾ നമ്മളെയാണ് തേടി വരേണ്ടത്. പെണ്ണുങ്ങൾ പുറകെ വരാൻ എളുപ്പ വഴി അവരുടെ ബാഗ് അടിച്ചു മാറ്റിക്കൊണ്ട് ഓടിയാ പോരെ. ഇത് നോക്ക് ബ്രോ, അവൾക്ക് നിന്നെ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും അവൾ നിന്റെ പുറകെ വരും. എക്സ്ക്യൂസ് മീ. ഹായ്. ഫാക്ടറി ആണെന്ന് പറഞ്ഞിട്ട് ഡാൻസ് സ്റ്റുഡിയോ പോലെ ഉണ്ടല്ലോ ഇത്. ഫാക്ടറി ഞങ്ങളുടെ പ്രൊഫഷനാ, ഡാൻസ് ഒരു പാഷൻ. ഓ നൈസ്. അപ്പൊ നിങ്ങൾ ഷോ എല്ലാം ചെയ്യാറുണ്ടോ? അതെ, ഞങ്ങളിവിടെ ഫേമസ് ആണല്ലോ. മലയാളം ഡാൻസ് ടീം കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അങ്ങനെയൊന്നും ഇതുവരെ കേട്ടതില്ലല്ലോ. എന്നെ നിങ്ങൾ കാണാൻ വേണ്ടി ഇത്രയും ദൂരം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ അങ്ങോട്ട് വരൂ. ഞാൻ നിങ്ങളെ കാണാൻ വന്നതല്ല, ഇദ്ദേഹത്തെ കാണാൻ വന്നതാ. മതി, ഇപ്പൊ കണക്ക് ശരിയായില്ലേ? എക്സ്ക്യൂസ് മീ, പറഞ്ഞോളൂ, എന്താ കാര്യം? നാളെയാണ് റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യുന്നത്. ഡാഡി എല്ലാ സപ്ലയേഴ്സിനെയും ഇൻവൈറ്റ് ചെയ്യാൻ പറഞ്ഞയച്ചതാണ്. വരണേ, മറക്കരുത്. കഴിക്കാതെ വരണം കേട്ടോ. എന്തിനാ? നാളെ അവിടെ ബ്ലഡ് ടെസ്റ്റ് എടുക്കുന്ന പരിപാടി ഉണ്ടോ? അയ്യോ അതല്ല, അവിടെ വന്ന് കഴിക്കാന്നാ പറഞ്ഞേ. ഓ അതാണോ? മറക്കല്ലേ. sure, പ്രതീക്ഷിക്കാം. sure. നിങ്ങളും വരണേ. ബ്രോ, അവള് നിന്നെ കാണാൻ വന്നതല്ല, നിന്നെ ഇൻവൈറ്റ് ചെയ്യാനെന്ന ഭാവത്തില് എന്നെ കാണാൻ വന്നതാ. അതെ, അവര് നിന്നെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ. അതുകൊണ്ട് നീ തന്നെ പോയി കണ്ടോളൂ. നോക്കി വേണം. രസമാണ് കാപ്പിയാണെന്നും പറഞ്ഞ് തന്നത്. എന്തായാലും എന്താണ് ബ്രോ, പ്രേമത്തിന് വേണ്ടി ചുടുകെട്ട് വരെ തിന്നാൻ ഞങ്ങൾ തയ്യാറായി നിൽക്കുക. അത് നീ തന്നെ അങ്ങ് തിന്നു, ഞാൻ തിന്നേണ്ട കാര്യമില്ലല്ലോ. നീ തിന്നണം. എന്താന്ന് വെച്ചാ നീ എന്റെ ബ്രോ. എല്ലാം റെഡി അല്ലേ? എപ്പോഴേ റെഡി. വന്ന് ടേസ്റ്റ് നോക്ക്. ഇതെന്താണെന്ന് പറയും. കേർഡ് റൈസ്. ഉപ്മാവാണ്. എന്താണോ ഇത്? സാറ് കണ്ടിട്ടില്ലേ? ഇതാണ് കുറുമ. ഇത് മോശമായി പോയി സാറേ. ഇതൊന്നും അറിയാതെ എങ്ങനെയാ സാറേ ഹോട്ടൽ നടത്തുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഹോട്ടൽ നടത്തുന്നതല്ല തെറ്റ്, നിന്നെ പോലൊരുത്തിന് ജോലിക്ക് എടുത്തില്ലേ, അതാണ് തെറ്റായി പോയത്. ഫോളോ മീ. എനിക്കൊരു പ്ലേറ്റ് വേണം. സൂപ്പറാണ്. ഇനി കുറച്ചുകൂടിയേ ഉള്ളു. ഇനി ആർക്കാ വേണ്ടെന്ന് പറഞ്ഞ? ഇയാൾക്ക് വേണം. അടുത്ത എവിടെയെങ്കിലും ഹോസ്പിറ്റലുണ്ടോ ചേട്ടാ? അടുത്ത് തന്നെ ഉണ്ട്, നടന്നു പോകാം. അപ്പൊ ധൈര്യമായിട്ട് വിളമ്പിക്കോ. എല്ലാ കളറും തീർന്നു. മണക്കാതെ തിന്ന് നോക്കടാ. വിഷമിക്കണ്ട മോനെ, നാളെ വാ, കളറായിട്ട് ചെയ്തു തരാം. നാളെ വരും. കഴുതൊക്കെ അറിയോ? കർപ്പൂര വാസന പുറത്തുണ്ടാക്കാൻ പറഞ്ഞില്ലേ? ഇപ്പൊ ആർക്കും തയ്യുന്നില്ല. ഇങ്ങനെ ഉണ്ടാക്കി തന്നതിന് ഞങ്ങൾ തന്റെ കൈ വെട്ടിക്കളിയാടോ വേണ്ടത്? കെട്ടിയിട്ടത് വലിയ തെറ്റായി പോയി.
ഹായ് മീര. ഹായ് വിശ്വ. ആര് മീരയോ? പറഞ്ഞോളൂ. എന്താ പറ്റിയേ? ഒന്നും കഴിച്ചില്ലല്ലോ. ഫുഡ് ഇഷ്ടായില്ലേ? ഏയ് അതല്ല, ഞാൻ രാവിലെ കോഫി മാത്രമേ കഴിക്കാറുള്ളൂ, അതുകൊണ്ടാണ്. വിശ്വയുടെ ഫ്രണ്ട്സ് എല്ലാരും കഴിച്ചല്ലോ. അവർക്കൊക്കെ ഇഷ്ടമായോ? മീര, ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു പറഞ്ഞേക്കെ. സൂപ്പർ ആയിരുന്നു. ഡെയിലി വരാം. ഞാൻ എപ്പോഴാടാ പറഞ്ഞേ? അപ്പൊ നീ പറഞ്ഞായിരുന്നല്ലോ. അത് അപ്പോഴല്ലേ. ഹലോ. മീര പറഞ്ഞോളൂ. Can I ask you something? പറഞ്ഞോ. If you don't mind. Don't mind? അതെ, ഞാന് ഞങ്ങളുടെ ഡാൻസ് ടീമിൽ ജോയിൻ ചെയ്തോട്ടെ? ഷുവർ. ഓക്കെ. താങ്ക് യു. ധൈര്യമായിട്ട് വാ. എന്താടാ വരാൻ തരാന്നൊക്കെ? അത് മീരയ്ക്ക് ഡാൻസ് വളരെ ഇഷ്ടമാണെന്നാ പറയുന്നത്. നമ്മുടെ ഡാൻസ് ടീമില് മീരയ്ക്ക് ജോയിൻ ചെയ്യണമെന്ന് പറയുന്നു. നിനക്ക് പിന്നെ ഡാൻസ് ഇഷ്ടമല്ലല്ലോ. ഇഷ്ടമല്ലാഞ്ഞിട്ടല്ലടാ, അത് വരുന്നില്ല. രണ്ടും ഒന്ന് തന്നെയാ, വിട്ടേക്ക്. എന്താ ബ്രോ, വാട്ടർ ഡെലിവറിക്ക് പോകുന്നില്ലേ ഇന്ന്? ഈ ഓസ്ട്രേലിയക്കാർക്ക് മുഴുവനും ഒരാഴ്ച മുഴുവനും കുടിച്ച് മതിക്കാൻ ആവശ്യമുള്ള മുഴുവൻ വാട്ടർ ക്യാനും ഇന്നലെ രാത്രി തന്നെ ഡെലിവറി ചെയ്തു ബ്രോ. മീരയെ കാണാൻ റെസ്റ്റോറന്റിൽ പോയില്ലേ? അതിന് റെസ്റ്റോറന്റ് എന്ന് പറയല്ലേ മോനെ, യമലോകത്തേക്ക് ആളെ അയക്കുന്ന ഏജൻസി അല്ലേടാ അത്. എങ്കിൽ മീര നീ എങ്ങനെ കാണും? നമ്മുടെ ഡാൻസ് ക്ലാസ്സിൽ. എന്താ ബ്രോ ഇത്? നീയും ഡാൻസും തമ്മിൽ ഒരുപാട് ദൂരത്തിലല്ലേ ബ്രോ? എത്ര ദൂരമാണെന്ന് പറ, ഞാൻ ഓട്ടോ പിടിച്ചങ്ങ് വന്നേക്കാം. ദയവ് ചെയ്ത് എനിക്ക് ഡാൻസ് പഠിപ്പിച്ചതാ ബ്രോ. ബ്രോ, ഡാൻസ് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാ. എന്താടാ അത്ര വലിയ ഡാൻസ്? ദേ ഇങ്ങനെ തലയാട്ടിയല്ലേ ഇവിടെ എല്ലാരും വലിയ സ്റ്റാർ ആയത്. ഇതാരാ ബ്രോ? പറയിപ്പിക്കണോ? ഇവിടെ നോക്ക് ബ്രോ, മൈക്കിൾ ജാക്സന്റെ സ്റ്റെപ്പിൽ നിന്ന് ഒരു 2 സ്പൂണ്, പ്രഭുദേവയുടെ സ്റ്റെപ്പിൽ നിന്ന് 1.5 സ്പൂണ്, പിന്നെ നിനക്കറിയാവുന്ന സ്റ്റെപ്പിൽ നിന്ന് 1/2 സ്പൂൺ, മൊത്തത്തിൽ ഒരു കലക്ക് കലക്കി മീരെ ഇംപ്രസ് ചെയ്യുന്ന പോലെ ഒരു സ്റ്റെപ്പ് കണ്ടുപിടിച്ച് വെക്കേ. അപ്പോഴേക്ക് ഞാൻ സ്ട്രെച്ചസ് ഒക്കെ ചെയ്തിട്ട് വരാം.